ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണകൂടങ്ങൾ നോക്കി നിൽക്കെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടപ്പെടുകയും അവരുടെ ആരാധനകളും ആഘോഷങ്ങളും തടയപ്പെടുകയും അവകാശങ്ങളെ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഈ ആധുനിക കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരധ്യായമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത്. ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഒരു രാജ്യത്തിന്റെ ഭരണഘടനയാണ് മദീന ചാർട്ടർ എന്നുള്ളത്. പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ സമയത്ത് അന്ന് മദീനയിൽ ക്രൈസ്തവരും ജൂതരുമടക്കം ധാരാളം ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ഹിജ്റയെ തുടർന്ന് മദീന ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ആസ്ഥാനമായി മാറിയപ്പോൾ ആ ജനസമൂഹത്തെ മൊത്തം ഒരൊറ്റ ഭരണകൂടത്തിന് കീഴിലാക്കാൻ കൃത്യമായ ഒരു ഭരണഘടന അനിവാര്യമായിരുന്നു. ആ ഭരണഘടന മുഴുവൻ ജനവിഭാഗങ്ങൾക്കും തുല്യ പരിഗണന നൽകുന്നതും ഏവർക്കും സ്വീകാര്യപ്രദമാകുന്നതുമാകണമെന്ന് പ്രവാചകന് നിർബന്ധമുണ്ടായിരുന്നു. അതിൽ 3 മുതൽ 10 വരെയുള്ള ഖണ്ഡികകളിൽ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഓരോ ഗോത്രത്തിനും സ്വയം ഭരണാധികാരം ഉണ്ടായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അത്തരത്തിൽ ഏത് സാഹചര്യത്തിലും ഇൻക്ലൂസീവായ ഒരു മനോഭാവമാണ് പ്രവാചകനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.